മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാമിലി കൗൺസിലിംഗ് എന്ന ഈ പ്രോഗ്രാമിലൂടെ ധാരാളം ആളുകൾ കുടുംബ ജീവിത ബന്ധിയായ കാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് എനിക്ക് പറയാനുള്ളതൊരു ചെറിയ കാര്യം തന്നെയാണ്. ഭാര്യമാർ ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും ഇതാവശ്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു ഡോക്ടറിൻ്റെ ഭാര്യ ആരോട് സംസാരിച്ചാലും ഡോക്ടറിനെ പറ്റി വളരെ പോസിറ്റീവായിട്ട്, എന്തൊക്കെയാണെങ്കിലും ആൾ ജോലിയിൽ എക്സ്പേർട്ടാണ് കേട്ടോ, ഇങ്ങനെയുള്ളൊരു വാക്കല്ലാതെ കേൾക്കാൻ പറ്റുകയില്ല. അത് അദ്ദേഹത്തെയും വളർത്തുന്നതാണ് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അപ്പോൾ അത് വളരെയേറെ ആവശ്യമാണ്. ഒരു പുരുഷൻ്റെ വളർച്ചയിൽ ഒരു സ്ത്രീയുടെ പങ്കുണ്ട് എന്ന് നമ്മളെല്ലാവരും പൊതുവെ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു വിവാഹിതനെ സംബന്ധിച്ചിടത്തോളം അത് ഭാര്യയാണ്, കുട്ടികളെ സംബന്ധിച്ചത് അമ്മയാണ് സംബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം വളരെയേറെ ആവശ്യമാണ് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരെ മറിച്ചുള്ള അനുഭവങ്ങളും ഉണ്ട്. ഇത് ആലപ്പുഴ തത്തമ്പള്ളിയിലാണ്. ഒരു ഭർത്താവിനോട് പറയാമെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമാണ്, പക്ഷെ അവൾക്കിതൊന്നും താല്പര്യമില്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് ഭയങ്കര വഴക്കാണ്, വീട്ടിലൊന്നും നോക്കാതെ പള്ളിയിൽ പോയി കിടക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരുന്ന ചിന്ത ഇതാണ്: തളർത്തിക്കളയാതെ വളർത്തുന്ന ഒരിടപെടൽ ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും എടുത്തു പറയാനും വളർത്താനും ഒക്കെ സാധിക്കും. മുമ്പൊരു എപ്പിസോഡിൽ പ്രിയപ്പെട്ട സഹോദരി മേഴ്സി സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീക്ക് വളർത്താനും പറ്റും തളർത്താനും പറ്റും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊരു ജീവിതത്തെ, നമ്മുടെ കൂടെ ദൈവം തന്ന ആ ജീവിതത്തെ വളർത്തിയെടുത്ത് പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് നയിക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ വിചാരിക്കുന്നതിലേറെ സാധ്യതകൾ ഓരോ വ്യക്തിയിലുമുണ്ട്. നമ്മൾ കാണുന്നു, ഇന്ന് പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ പറയാം അത് കൊള്ളാം, ഇതിന് കൊള്ളാം, അതിന് കൊള്ളാം എന്നൊക്കെ പറയാം. അതിലും കൂടുതൽ സാധ്യതകളുണ്ട്. കാരണം ദൈവം അതെല്ലാം മനുഷ്യന് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഉണർത്തിയെടുക്കുക ഒരാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരുന്നത് ഒരു ജീവിത പങ്കാളിയുടെ ഒരു വലിയ ചുമതലയാണ്. അതിനെ ഉണർത്തിയെടുക്കുവാൻ ഒരു പരിശ്രമം ഉണ്ടാകണം. ഇനി ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം, ചില ഭാര്യമാർക്ക് ഇത് വളരെ എളുപ്പമാണ്. അവരിത് വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് അത് അത്ര എളുപ്പമല്ല. പല കുടുംബ സാഹചര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, അത്ര എളുപ്പമല്ല. അവരൊന്ന് ശ്രമിച്ചാൽ മതി. അതുകൊണ്ട് നിരാശപ്പെട്ട് മാറണമെന്നല്ല, എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് വിചാരിക്കരുത്. ഒന്ന് ശ്രമിച്ചാൽ അത് സാധിക്കും എന്നെനിക്ക് ഉറപ്പാണ്, ഫലം കിട്ടും. ഇതാണ് സ്നേഹം നൽകാനുള്ള വഴി. യോഹന്നാന്റെ സുവിശേഷം 13:34-35 സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയെപ്പറ്റി കർത്താവ് പറയുന്നുണ്ട്. ഈ കൽപ്പന എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? ഇതാണ് അതിൻ്റെ പ്രായോഗിക വഴി. ഈ വ്യക്തിയെ, ദൈവം എനിക്ക് തന്ന വ്യക്തിയെ വളർത്തിയെടുക്കുമ്പോൾ, എല്ലാ സാധ്യതകളും ഉണർത്തി വളർത്തുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ കാര്യമാണ് ആ ചെയ്യുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ കുടുംബസ്ഥരുടെ ഇടയിൽ ഈ ഒരു മാർഗം തുറന്ന് കിടപ്പുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഞാനിന്ന് പരിശ്രമിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാര്യമാരും ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ വളർത്താൻ, പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മൾ എന്തുമാത്രം ശ്രമിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ഒരു സംഭാഷണമൊക്കെ ഒന്ന് എടുത്തുനിന്ന് വിലയിരുത്താൻ പറ്റിയിരുന്നെങ്കിൽ, വൈകുന്നേരം ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് വിലയിരുത്തുക. ഇന്നത്തെ സംഭാഷണത്തിൽ ഞാൻ വളർത്താൻ ഉതകുന്നതാണോ തളർത്താൻ ഉതകുന്നതാണോ കൂടുതൽ പറഞ്ഞത്? ഒന്ന് സ്വയം വിലയിരുത്താനാണ് കേട്ടോ. സെൽഫ് അവെയർനെസ് ഇസ് ദ ബെസ്റ്റ് ഹീലിംഗ് എപ്പോൾ ഞാൻ പറയും. അപ്പം ഞാൻ തളർത്താൻ ഉതകുന്ന വാക്കുകളാണ് കൂടുതൽ പറഞ്ഞതെങ്കിൽ ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറിയിട്ട് വളർത്താൻ ഉതകുന്ന കാര്യങ്ങൾ പറയാൻ ഒന്ന് പരിശീലിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ബൈ നേച്ചർ ചിലർക്ക് അത് വളരെ എളുപ്പമാണ്, പക്ഷെ മറ്റു ചിലർക്ക് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു മനോഭാവവും വളർത്താനുള്ളൊരു മനോഭാവവും നിങ്ങളിൽ കൂടുതലായിട്ടുണ്ടാവണം എന്നാണ് ഇന്നെനിക്ക് പ്രത്യേകമായിട്ടും
പറയാനുള്ളത്. അങ്ങനെ ദൈവം നിങ്ങൾക്ക് തന്ന വ്യക്തികളെ, അത് ജീവിത പങ്കാളി, മക്കളെയും ഒക്കെ വളർത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളെയും അതുപോലെ വേണം വളർത്താൻ. എൻ്റെ കൂടെ ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞോട്ടെ. മറ്റൊന്നുമല്ല, കൂലി പ്രതീക്ഷിച്ചരുത്. ഞാൻ വളർത്തിയിട്ട് ഞാൻ 2-3 പ്രാവശ്യം വളർത്തി നോക്കി, എന്നിട്ട് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കാതെ കൊടുക്കുക. തീർച്ചയായിട്ടും കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊടുക്കും. എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യമാണെന്ന ബോധ്യത്തോടെ. മോശയുടെ കാര്യം ഞാൻ പറയാറുണ്ട്. ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടി വളർത്തുക, കൂലി ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞതുപോലെ കൂലി ചിലപ്പോൾ ജീവിത പങ്കാളിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അത് ദൈവം തരുമെന്ന ബോധ്യത്തോടെ വളർത്താനുള്ളൊരു മനോഭാവം ഉൾക്കൊള്ളുവാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ജീവിത പങ്കാളികൾക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇത്രയും ആമുഖത്തോടു കൂടി നമുക്കിന്ന് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ആരുടേതാണ് മേഴ്സി? പൂനായിൽ നിന്നും മേരിക്കുട്ടി എന്ന വീട്ടമ്മയുടെ കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾക്കൊരാൺമകനേ ഉള്ളൂ. ബാക്കി എല്ലാവരും പെൺകുട്ടികളാണ്. അവരുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. അച്ഛ, എൻ്റെ ഭർത്താവ് ഭയങ്കര പിടിവാശിക്കാരനാണ്. അദ്ദേഹത്തിന് 60 വയസ്സുണ്ട്. നന്നായി മദ്യപിക്കും, എന്നെ ഉപദ്രവിക്കും. മകനെ ഒട്ടും ഇഷ്ടമില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മാർക്ക് പോരാ എന്ന് പറഞ്ഞ് തല്ലുമായിരുന്നു. ഇപ്പോൾ അവനൊരു ജോലി കിട്ടി, എന്നിട്ടും അവനെ ഇഷ്ടമില്ല. അവനെ ഒന്നിനും കൊള്ളില്ല എന്ന് എപ്പോഴും പറയും. അവൻ അല്പം തടിയുണ്ട്. ആ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം എൻ്റെ വളർത്തു ദോഷമാണെന്നാണ് ഭർത്താവ് പറയുന്നത്. എൻ്റെ വീട് കോട്ടയത്താണ്. എന്നെ ഒരിക്കലും വീട്ടിൽ വിടുകയില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അദ്ദേഹവും മാത്രം മതി. അദ്ദേഹത്തിന് ഒരു പെങ്ങൾ റവറൻ സിസ്റ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരും അദ്ദേഹത്തെ തിരുത്തുകയില്ല. എല്ലാവരും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം, സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹമേ അദ്ദേഹത്തിനുള്ളൂ. അച്ഛാ, എൻ്റെ മകൻ ഒത്തിരി സപ്രസ് ചെയ്യുന്നുണ്ട്. അവൻ ഒത്തിരി ഡിപ്രസ്ഡാണിപ്പോൾ. ദൈവാനുഗ്രഹത്താൽ പെൺമക്കൾക്കെല്ലാം നല്ല കുടുംബങ്ങളിൽ ചെന്ന് കയറുവാൻ സാധിച്ചു. അച്ഛാ, ഈയിടെയായി ഞങ്ങളുടെ 24 വയസ്സുള്ള മകൻ റിയാക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നെ തല്ലുമ്പോൾ അവൻ തടയും. ചിലപ്പോഴൊക്കെ അപ്പനെ എതിർത്ത് അവൻ സംസാരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് അദ്ദേഹം. എന്താണച്ചാ ഞങ്ങൾ ഈ അവസരത്തിൽ ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്? മേരിക്കുട്ടിയുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഈ ഭർത്താവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. എനിക്ക് ആദ്യമായിട്ട് മേരിക്കുട്ടിയോട് പറയാനുള്ളത്, ആയിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുക. ദൈവം തന്ന ഒരു ജീവിത പങ്കാളിയാണ്. പ്രത്യേക സ്വഭാവമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ അദ്ദേഹത്തെ മാറ്റിയെടുക്കുവാൻ ദൈവം അനുവദിച്ച ഒരു ജീവിതാവസ്ഥയാവാം. ചരിത്ര സംഭവം അല്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണല്ലോ, തിരുക്കുടുംബത്തിന് വഴി കാണിച്ച ഒരു മനുഷ്യനെ പറ്റി, വഴി കാണിക്കാത്ത ഒരു മനുഷ്യനെ പറ്റി, വഴി കാണിക്കാത്ത ക്രൂരനായ മനുഷ്യനെ വഴി കാണിച്ച ശാലീനതയുള്ള സ്ത്രീക്ക് കൊടുത്ത സമ്മാനം ആ മനുഷ്യനെ കൂടെ വിവാഹം കഴിപ്പിക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എൻ്റെ ലക്ഷ്യം, എൻ്റെ ആശയം എത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ രക്ഷ ഈ ഭർത്താവിന് ലഭിക്കുവാൻ വേണ്ടി ഈ ഭാര്യയിലൂടെ ഈശോ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മേരിക്കുട്ടി ദൈവത്തിൻ്റെ പരിപാലനയിൽ, വിശ്വാസത്തിൽ ഇദ്ദേഹത്തെ കാണുകയും അങ്ങനെ സ്വീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. റോമ 8:28 പറയുന്നത് പോലെ വാസ്തവത്തിൽ എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ്. അത് അന്ധമായ ഒരു വിശ്വാസമായിട്ട് മേരിക്കുട്ടിക്ക് തോന്നാം. അങ്ങനെയല്ല, നന്മയായിട്ട് തന്നെ, ആത്യന്തികമായിട്ടെല്ലാം നന്മയായിട്ട് വരും എന്ന ബോധ്യത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് സ്നേഹിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ മേരിക്കുട്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇപ്പം മേരിക്കുട്ടിയുടെ മനസ്സിലിങ്ങനെ ഇയാൾ ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് കൃപ ലഭിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. മാറ്റം വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മകൻ്റെ ചേതോവികാരവും ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ഒത്തിരി അമ്മച്ചിയുടെ വാക്കുകൾ തന്നെ കോട്ട് ചെയ്താൽ ഒത്തിരി സപ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് അവനൊരു ഡിപ്രഷൻ പോലെയുണ്ട് എന്ന് തന്നെ അമ്മച്ചി പറയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ എൻ്റെ ഒരു ചിന്ത, പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കരുത്. പെട്ടെന്നൊരു ഓട്ടോമാറ്റിക്കലായിട്ടൊരു മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട. എങ്കിലും എൻ്റെ അഭിപ്രായം ഇതാണ്,
രണ്ടുപേരും ഭാര്യയും ഭർത്താവും സന്മനസ്സാവുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടെ പ്രത്യേക സ്വഭാവമായതുകൊണ്ട് ഒരു ധ്യാനത്തിന് പോകുന്നത് വളരെ നല്ലതാണ് എന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ഒരുപക്ഷേ അതിന് അദ്ദേഹം തയ്യാറാകാതെ വന്നേക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു സ്വഭാവം കൊണ്ട്. ഇനി അല്ല ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. അന്നേരം എനിക്കൊന്നാടി കുഴപ്പം, എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് തന്നെ പറയും ഭർത്താവ്. എന്നാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കുഴപ്പങ്ങളൊക്കെ ഒന്ന് പറയാം, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാണെങ്കിലും രണ്ടുപേരും കൂടെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് പോകുന്നത് നല്ലതാണ്. കുറേയൊക്കെ മാറ്റം സംഭവിക്കുവാനും സാധിക്കും. മകനും ഒത്തിരി ആന്തരിക മുറിവുകളുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അവരുടെ മകനൊരു ആന്തരിക സൗഖ്യ ധ്യാനം വളരെ പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക ഈ ജീവിത കുടുംബത്തിലേക്ക്. പങ്കാളിയുടെ മേൽ നമ്മുടെ മേരിക്കുട്ടി അമ്മച്ചിയാണല്ലോ കത്തെഴുതിയത്. അതുകൊണ്ട് പങ്കാളിയുടെ മേൽ, മകൻ്റെ മേൽ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഒരു സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപ്പറ്റി എന്താണ് എബ്രഹാമിന് പറയാനുള്ളത്? ഇവിടെ ഈ ഭർത്താവ് പിടിവാശിക്കാരാണ്, മദ്യപിക്കും, പല പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭാര്യയ്ക്ക് ഈ വ്യക്തിയെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ല. കാര്യം ഈ കത്തിനകത്തെ സെൻറ്റൻസുകൾ പലതും വരുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കുറവുകൾ പറയുന്നു, അതുകൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ മാത്രമേ അദ്ദേഹം സ്നേഹിക്കുന്നുള്ളൂ, ഒരു സിസ്റ്ററുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം അവരോടുള്ള, അവരെ അംഗീകരിക്കില്ല, അവരെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ അതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുള്ളൂ, നിനക്കായി മാത്രം പെട്ടവനാണിത്, നിനക്കായി മാത്രം, ഈ മേരിക്കുട്ടിക്കായി മാത്രം സൃഷ്ടിച്ച ആളാണ് ആ വ്യക്തി. കുറവുണ്ടായാലും നല്ലത് ശരിയാണെന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ആ അവസ്ഥയെ തന്നെ ആ വ്യക്തിയെ അംഗീകരിച്ച് സ്വീകരിച്ച് സ്നേഹിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയെ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ പറയുമല്ലോ, ഒരു പാട്ട് പാടുന്നില്ല, കൽക്കരിക്കട്ടെ വൈഡൂര്യമാക്കി മാറ്റുന്ന അവസ്ഥ. കുറവുകളുള്ള ഈ മനുഷ്യനെ ദൈവം എനിക്കായി മാത്രം ഒരുക്കിയിരിക്കുന്നതായിട്ട് അംഗീകരിച്ച് സ്വീകരിച്ച് സ്നേഹിച്ച് അതിനെ നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ അത് നേടണമെങ്കിൽ ഈ അമ്മയുടെ ഉള്ളിലുള്ള, മേരിക്കുട്ടിയുടെ ഉള്ളിലുള്ള അവരെ അംഗീകരിക്കാൻ പറ്റാത്ത വെറുപ്പും പകയും വളരുന്നത്, അതും ഒന്ന് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ അത് ഫലം പുറപ്പെടുവിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ഇയാളെ ദൈവം എനിക്ക് തന്നതാണ് എന്ന ബോധ്യത്തോടെ സ്വീകരിക്കണം. മേഴ്സിക്ക് അതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? മേരിക്കുട്ടിയുടെ എഴുത്തിൽ നിന്നും മനസ്സിലാവുന്നത് വിവാഹം കഴിഞ്ഞ് വളരെ പിടിവാശക്കാരനാണ്, പിന്നെ മദ്യപിക്കും. പിന്നെ ഇപ്പോഴുള്ള ഈ അമ്മയുടെ പ്രശ്നം മകനോടുള്ള അപ്പൻ്റെ ഡീലിങ്സാണ്. അതാണ് അമ്മ വളരെ വേദനിച്ചതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ മകനുമായിട്ടുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് അപ്പനും മകനും തമ്മിൽ നല്ലതുപോലെയുണ്ട്. അപ്പൻ 60 വയസ്സുള്ള വ്യക്തിയാണെന്ന് പറയുന്നു. ഈ അപ്പൻ്റെ കൊച്ചുനാളിൽ, ചെറുപ്പനാളിൽ അപ്പന് സ്വന്തം ഭവനത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് അംഗീകാരമോ പരിഗണനയോ ഇതൊന്നും കിട്ടിയ ആളാണെന്ന് തോന്നില്ല, സ്നേഹം ശരിക്കും കിട്ടിയ ആളെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മകൻ വലുതായി പ്രായപൂർത്തിയായപ്പോൾ മുതൽ നിന്നെ ഒന്നിനും കൊള്ളില്ല. കാരണം ഈ അപ്പൻ ഇത് ചെറുപ്പനാളിൽ മാതാപിതാക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് നിന്നെ ഒന്നും കൊള്ളില്ല എന്നുള്ള വാക്ക് തന്നെ കിട്ടിക്കാണും. അംഗീകാരം കിട്ടിയിട്ടില്ല, സ്നേഹം കിട്ടി കുറവായിരിക്കാം. അപ്പം അതിൻ്റെ എല്ലാം മുറിവിൽ വളർന്ന ഒരു ഭർത്താവാണിത്. ഈ 60 വയസ്സായ മനുഷ്യന് ആ ചെറുപ്പനാളിൽ കിട്ടിയത് വളർന്ന് വലുതായിട്ടുണ്ട്. ഇപ്പോൾ മകനിലേക്ക് അത് തിരിയുകയാണ്, ആ സ്വഭാവം മുഴുവൻ അങ്ങോട്ട് തിരിയുകയാണ്. പിന്നെ ഒരു ആത്മീയ മേഖല നല്ല ഒരു ശുദ്ധമാണെന്ന് തോന്നില്ല ഇദ്ദേഹത്തിൻ്റെ. മദ്യപിക്കുന്നതൊക്കെ ആളാണ് ശരിയായ രീതിയിൽ. അപ്പം ഒരു ദൈവത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ ഈ വ്യക്തി കുറേ കൂടെ സ്വഭാവം മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വ്യക്തിയെ ഇപ്പോൾ ഈ 60 വയസ്സായ മനുഷ്യനെ ആർക്കും ഇനിയും തിരുത്താൻ പറ്റില്ല. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് ചെറുപ്പനാളിൽ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ മകൻ റിയാക്ട് ചെയ്യുന്നു. മകൻ ഇടയ്ക്ക്, മകൻ്റെയും അപ്പൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വേദനിക്കുന്ന അമ്മയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ ഈ വ്യക്തിയെ, അപ്പനെ ആർക്കും തിരുത്താൻ ഇനിയും പറ്റില്ല. അദ്ദേഹം സ്വയം തിരുത്തണം. സ്വയം തിരുത്തിയെങ്കിലേ ശരിയാകത്തുള്ളൂ. ഇനി മകൻ 24 വയസ്സായി, അവൻ മുമ്പോട്ട് അവൻ്റെ കാലങ്ങൾ പോകുമ്പോഴും അവൻ വിവാഹം കഴിക്കുമ്പോഴും അവനും അവൻ്റെ കുടുംബത്തിൽ ഈ അപ്പനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അവനും മക്കളുണ്ടാകുമ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ വേദനിക്കുന്ന അമ്മയ്ക്ക് ആശ്വാസം ദൈവത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഈ അപ്പനെയും മകനെയും ഒരുപോലെ ഈശോയുടെ തിരുരക്തം കൊണ്ട്
കഴുകി സംരക്ഷിക്കണേ, സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് വിട്ട്, അപ്പനിലും മോനിലേക്ക് ഒരുപോലെ വിട്ട്. അതുപോലെ തന്നെ ഈ അപ്പന്, 60 വയസ്സായ അപ്പന് കൊച്ചുനാളിൽ കിട്ടിയ മുറിവുകൾ, സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടാഞ്ഞ അംഗീകാരം, പരിഗണന, സ്നേഹമെല്ലാം ദൈവമായ കർത്താവിന് കൊടുക്കാൻ സാധിക്കും. ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും സാധിക്കും. അപ്പോൾ അങ്ങനെ അവർ പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 25:17 പറയുന്നു, എൻ്റെ ഹൃദയവ്യതകൾ ശമിപ്പിക്കണമേ, മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഹൃദയവ്യതകൾ ശമിപ്പിക്കാനും മനക്ലേശത്തിൽ നിന്ന് മോചിപ്പിക്കാനും ദൈവത്തിന് സാധിക്കും. അതാണ് മേരിക്കുട്ടി എന്ന വീട്ടമ്മയോട് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ രണ്ടുപേരും പറഞ്ഞതനുസരിച്ച് അംഗീകരിച്ച് പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, കൗൺസിലിംഗ് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന വാഗ്ദാനം ചെയ്യാം. അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. നമുക്ക് അടുത്ത കത്തിലേക്ക് പോയാലോ? ബാംഗ്ലൂരിൽ നിന്നും നൈസി എന്ന വീട്ടമ്മയുടെ കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. കുറച്ച് നാളുകളായി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനൊരു വലിയ മാറ്റം ഞാൻ കാണുന്നു. പഴയതുപോലെ എന്നോട് ഭർത്താവിന് സ്നേഹമില്ല. പലപ്പോഴും വഴക്കുണ്ടാക്കി പലപ്പോഴും മാറിയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഈയിടെയാണ് കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നിരുന്ന ഒരു വേലക്കാരി പെൺകുട്ടിയോട് അദ്ദേഹം ഭയങ്കര അടുപ്പത്തിലാണ്. ഒത്തിരിയൊക്കെ ഉപദേശിച്ച് നോക്കിയെങ്കിലും ഒരു ഫലവുമില്ല. ഞാൻ ആകെ തകർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ എന്നോടും കുട്ടികളോടും എൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുവാൻ പറയുകയാണ്. ഞാൻ എവിടെ പോകാനാണ്? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ദയവായി അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ലൊരു നിർദ്ദേശം നൽകുകയും ചെയ്യണേ. നൈസിയുടെ മാനസിക വിഷമങ്ങൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. പ്രശ്നം ഗൗരവമാണെന്നും തീർച്ചയായിട്ടും അറിയുന്നു. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നൈസി തളരാതെ അയാളെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹമയമായ പെരുമാറ്റം, മനസ്സിലാക്കൽ എല്ലാം കൊടുത്ത് അയാളെ നേടിയെടുക്കണം എന്നാണ് പറയാനുള്ളത്. പ്രയാസമാണെന്ന് എനിക്കറിയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരൊത്തിരി സിൻസിയറിറ്റി ആഗ്രഹിക്കുന്നവരാണ്. കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും അതിന് അങ്ങേറ്റം പരിശ്രമിക്കണം എന്ന് ഞാൻ പറയുകയാണ്. നൈസിയുടെ രക്ഷാകര സ്നേഹം കൊണ്ട് അയാളെ വീണ്ടെടുക്കണം എന്നാണ് എൻ്റെ ചിന്ത. നമ്മളെ കർത്താവ് വീണ്ടെടുത്തത് അങ്ങനെയാണ്. നമുക്ക് യോഗ്യതയൊന്നുമില്ല എങ്കിലും കർത്താവിൻ്റെ രക്ഷാകരമായ സ്നേഹം നമ്മളിലേക്ക് ചൊരിഞ്ഞപ്പോൾ നമ്മൾ ആ അല്പാൽപ്പം രുചിച്ചറിഞ്ഞ് കർത്താവിലേക്ക് കടന്നു വരാൻ ഇടയാവുന്നത് പോലെ ഈ നൈസിയിലൂടെ ഇനി ആ സ്നേഹം ഈ ഭർത്താവിന് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനിവിടെ ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ, പ്രസിദ്ധനായ വചനപ്രഘോഷകൻ, ഒരിക്കൽ ഷെയർ ചെയ്തത് പുസ്തകത്തിൽ പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ്റെ പിതാവിൻ്റെ രൂപതയിലുള്ള വൈദികരുമായിട്ട് ധ്യാനത്തിന് പോയിരിക്കുകയാണ്. ഇപ്പോൾ പിതാവ് പുറകിലിരുന്നു, അച്ഛന്മാരെല്ലാം മുമ്പിലുണ്ട്. ധ്യാനഗുരു ധ്യാനപ്രസംഗം ആരംഭിച്ചു. ധ്യാനത്തിൽ പ്രധാനമായിട്ടും ഈശോയുടെ രക്ഷാകര സ്നേഹത്തെ ധ്യാനഗുരു വർണ്ണിക്കുകയാണ്. ഒരു കഥയിലൂടെ അതൊരു ധ്യാനഗുരുക്കന്മാരെ കഥ പറയുമല്ലോ. അപ്പോൾ കഥ പറഞ്ഞു, ഒരു സ്ഥലത്തൊരു ഭർത്താവും ഭാര്യയും ഉണ്ടായിരുന്നു. ഈ ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചിരുന്നു ആദ്യമൊക്കെ. എന്നാൽ വേറൊരു കാമുകി ഉണ്ടായപ്പം ആ കാമുകിയുടെ പുറകെ പോയി. ഈ ഭാര്യയെ തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ഈ ഭാര്യ രോഗിണിയായി. എന്നിട്ടും ഇയാൾ തിരിച്ചു വരുന്നില്ല. അവസാനം മരണക്കിടക്കയിലൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടും വന്നില്ല. ഏതായാലും ഈ ഭാര്യ അവസാനം മരിക്കുകയാണ്. ഇയാൾ മൃതസംസ്കാരത്തിന് പോലും വന്നില്ല. അത്ര ക്രൂരനായ ഒരു ഭർത്താവാണ്. എന്നാലും ഈ ഭാര്യ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. ആളുകളെല്ലാം പറഞ്ഞു, ഇവന് ഒന്നും പോലും വന്നില്ലല്ലോ. മരണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ കാമുകി ഇവനെ വിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമമായി. ഇയാൾ തിരിച്ചു വരികയാണ്. ഇയാൾ കല്ലറയിലേക്കാണ് വരുന്ന കാരണം മരിച്ചുപോയി. ഈ കല്ലറയിൽ കിടന്ന് കുനിഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ മനുഷ്യൻ.
പ്രാർത്ഥിച്ചത് അവിടുത്തെ അമേരിക്കയിലെ സിറ്റുവേഷൻ വെച്ച് വേണം ചിന്തിക്കാൻ. പ്രാർത്ഥിച്ചത് അവിടെ വൈദികരൊക്കെ കുറവായതുകൊണ്ട് ഭാര്യമാർ മരിച്ചവർ വൈദികരാകുന്നുണ്ട്. അപ്പോൾ ഇയാൾ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഭാര്യയോട് ഞാൻ കാണിച്ച അതിക്രമങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ശിഷ്ടകാല ജീവിതം ഞാനൊരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യും എന്ന് പറഞ്ഞ് ഇയാൾ എഴുന്നേൽക്കുകയാണ്. ഇയാൾ പിതാവിനെ കണ്ട് അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ പിതാവ് വളരെയേറെ പരീക്ഷണങ്ങൾക്ക് ശേഷം അയാളെ ഒരു പുരോഹിതനാക്കി മാറ്റുന്നുണ്ട്. ഇതാണ് രക്ഷാകര സ്നേഹം. ഈ ധ്യാനഗുരു പ്രസംഗിക്കുക, ഇതാണ് കർത്താവിൻ്റെ രക്ഷാകര സ്നേഹം, വൈദ്യർക്ക് മനസ്സിലായോ എന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അച്ഛന്മാർ വിചാരിച്ചു ഏതോ ഒരു കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞതാണ്, ധ്യാനഗുരുക്കന്മാർക്ക് ഇങ്ങനെ ഒരു പണിയുണ്ട് എന്ന മട്ടിൽ അവരൊന്ന് ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. പക്ഷേ ഫുട്ടജേഷന് വലിയ വിഷമമായി, കാരണം അച്ഛന്മാർ വിശ്വസിച്ചില്ല. ധ്യാനഗുരു ചോദിച്ചു, വിശ്വാസം വരുന്നില്ലല്ലേ? അച്ഛന്മാർ ഇങ്ങനെ തലകുലുക്കി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ധ്യാനഗുരു പറയുകയാണ്, നിങ്ങൾ അവിശ്വസിക്കേണ്ട, ആ നീചനായ ക്രൂരനായ ഭർത്താവ് വേറെ ആരുമല്ല, നിങ്ങളുടെ മുമ്പ് നിൽക്കുന്ന ഈ അച്ഛനാണ്. എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതാണ് രക്ഷാകര സ്നേഹമെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അത് ഞാൻ തൊട്ടറിഞ്ഞത് എൻ്റെ ഭാര്യയിലൂടെയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർത്തേക്കാം, മരിച്ചു കഴിഞ്ഞിട്ട് മനസ്സാന്തരപ്പെടുന്ന ഗുണം. യെസ്, നമ്മുടെ ഈ ലോക ജീവിതം താൽക്കാലിക ജീവിതമാണ്, നിത്യമായ ജീവിതം വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ ഭാര്യയ്ക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഭർത്താവിന് നേടാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, നൈസിയുടെ ചിന്തയിലൊരിക്കലും നിരാശ വരാതെ പ്രതീക്ഷയോടുകൂടി ഇയാളെ നേടിയെടുക്കുവാൻ പരിശ്രമിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അതിനുവേണ്ടി സ്നേഹത്തോടുള്ള പെരുമാറ്റം, ഈശോയുടെ തിരുരക്തം തളിച്ചതിന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എഫേസസ് 25-24 വിധേയത്വം വഴി അവനെ രക്ഷിച്ചെടുക്കണമെന്ന്. നമ്മുടെ വിധേയത്വം വഴി അവനെ രക്ഷിച്ചെടുക്കുവാൻ സാധിക്കും. ഇത് നേസിക്ക് ദൈവം തന്ന ഒരു നിയോഗമാണെന്ന് നേസിക്കാരെന്ന് എൻ്റെ അഭിപ്രായം. അങ്ങനെ എടുത്ത് നേടിയെടുക്കണം നേസി. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാതാണ് എനിക്ക് പറയാനുള്ളത്. ഇതേക്കുറിച്ച് എന്താണ് മേഴ്സിക്ക് പറയാനുള്ളത്? അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ധൈര്യമായിട്ട് നിന്ന് പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. അതാണ് ഒരു ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായൊരു കാര്യം. അതൊരു വലിയ കാര്യമാണ്. എല്ലാവരേക്കാൾ കൂടുതൽ ആ ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം അത് കേൾക്കും. കാരണം അവരെ യോജിപ്പിച്ചത് ദൈവമാണ്. അപ്രകാരം ആ സ്ത്രീ ചെയ്യുന്നെങ്കിൽ അവർക്ക് ഫലമുണ്ടാകും. പിന്നെ ഇതാണ്, നിരാശ ഉണ്ടാവല്ലേ. നിരാശ ഈ കാര്യത്തിൽ ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കാൻ, അത് മനസ്സുകൊണ്ട് പോലും ഒരു അകൽച്ച വന്നു പോയാൽ അതൊരു വേർപെടുത്തലാണ്. അപ്പോൾ അതൊരിക്കലും ഈ പേരിൽ ഉണ്ടാകാൻ പാടില്ല. ആ മനുഷ്യൻ്റെ എന്തോ ഒരു ബലഹീനതയിൽ വീണുപോയി, മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിൽ. അതൊരു മാനുഷികമായ ബലഹീനതയെന്നല്ല, ആത്മീയ ബലഹീനത കൂടിയാണ്. ഒരു ആത്മീയ ബലമില്ലാത്ത മനുഷ്യനാണെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ മക്കളെ പ്രതി, മക്കളുടെ നല്ല ഭാവി അമ്മ നോക്കണ്ടേ. ഈ അപ്പൻ രക്ഷപ്പെടുന്നതനുസരിച്ച് മക്കൾക്കും നല്ലത് വരും. അപ്പോൾ മക്കളും ഇനി അത് കണ്ട് വളരേണ്ടതാണ്. അപ്പോൾ അമ്മയുടെ സഹനവും ക്ഷമയും പ്രാർത്ഥനയും മക്കൾക്കും ഒരു നല്ല മാതൃകയായിരിക്കും. അതിലൂടെ സഹിച്ച് പ്രാർത്ഥിച്ച് മക്കളെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് മാറ്റം വരും. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ക്ഷീണിക്കാതെ, മനസ്സ് തളരാതെ പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 27:14 കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിന് വേണ്ടി ഈ സഹോദരി ജീവിത പങ്കാളിയെ രക്ഷപ്പെടുത്താൻ കാത്തിരിക്കണം. തീർച്ചയായും ഫലം ഉണ്ടാവും. ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാം. നൈസിയുടെ ഒരു നിയോഗമായിട്ട് എടുത്ത് പ്രാർത്ഥിക്കണം. പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. വെരി ഗുഡ്. എബ്രഹാമിന് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? നൈസി തനിക്ക് ദൈവം കൊടുത്ത ഭർത്താവിൽ ഈശോയെ കണ്ടുകൊണ്ട് ആദ്യം ഒരവസ്ഥ വരണം. ഇത് കാര്യം ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ കൂദാശ എന്ന് പറയുമല്ലോ, ഈശോയെ അവതരിപ്പിക്കുന്ന ആളാണ് ആ വ്യക്തി. ആ അവസ്ഥയെ കണ്ടുകൊണ്ട് കൊളോസ്യസ് 3:14 പറയുന്നില്ല, എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുക. ഇവർ തമ്മിലുള്ള ആ സ്നേഹം ഇപ്പം ജോലിക്കാരിലേക്ക് തിരിഞ്ഞിട്ടില്ല മനുഷ്യൻ. അതിനെ അതിജീവിക്കാൻ വേണ്ടി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി ബന്ധിക്കുന്ന സ്നേഹം. നമ്മൾ പറയുന്ന ഒരു നല്ല വാക്ക്, ഒരു നല്ല തലോടൽ, എന്നുവെച്ചാൽ പരിഗണന, പ്രോത്സാഹനം കൊടുത്ത് KP കേശവന്മാർ പറയുന്ന പോലെ ഒരു നോക്കം, ഒരു വാക്ക്, ഒരു താങ്ങ്, നല്ല വാക്കും നല്ല നോട്ടവും നല്ല സ്പർശനവും നല്ല ഇടപെടലിലൂടെ ഈ മനുഷ്യനിൽ ഇവരിൽ നിന്നുണ്ടായ അകൽച്ച
എന്നുവെച്ചാൽ ആ സ്ത്രീയിലേക്ക് മാറിയിരുന്ന ആ ചൈതന്യത്തെ തിരിച്ച് സ്ഥാപിച്ചെടുക്കണം. അത് അവരുടെ നല്ല പെരുമാറ്റത്തിലൂടെയും അവർ ശരിക്കും പറഞ്ഞാൽ വേദനയുണ്ട്. തൻ്റെ സ്നേഹം വേറൊരാൾ പകുത്തു കൊണ്ടുപോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വേദനയുണ്ട്. പക്ഷേ അതിനെ എങ്ങനെയോ മതിച്ചുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഭർത്താവിൽ ഈശോയെ കാണണം. ഭർത്താവിൽ ഈശോയെ കാണുമ്പോൾ കുരിശിലേറി ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് ഈശോയെ മനസ്സിൽ കാണുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ബലിയർപ്പിക്കാനുള്ള താല്പര്യം നൈസികം ഉണ്ടാവും മനസ്സിൽ. എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവിന് വേണ്ടി ഈ മനുഷ്യനെ സ്വീകരിക്കുവാൻ വേണ്ടി എല്ലാം മറന്നുകൊണ്ട് ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിച്ച് ഉള്ളിലുണ്ട്. അത് ആത്മാർത്ഥമായി എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാവോ എല്ലാ തലത്തെയും പ്രകടിപ്പിച്ച് അതോടൊപ്പം ഞാൻ ആദ്യം ഒരു കഥയിൽ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള ആ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്നെ ഭർത്താവിലേക്ക് കൂടുതൽ ചെല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മാവ് സ്പർശിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കെട്ടുകളും അഴിയപ്പെടുമല്ലോ, അതിന് ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഭർത്താവ് ഇല്ല ഈശോയെ കാണണമെന്ന് ഞാൻ എതിർക്കല്ല. എന്നാലും ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നൈസ് ചിന്തിക്കും, ഈശോ ഏതായാലും വേറെ ആരുടെ അടുത്ത് ഇങ്ങനെ പോകത്തില്ല, എങ്ങനെ കാണാൻ പറ്റുമെന്ന് ചിന്തിക്കും. ഏതായാലും എബ്രഹാം പറഞ്ഞ ആശയം ഞാൻ മനസ്സിലാക്കുന്നു. ഈശോയെ ആ വ്യക്തിയിൽ കണ്ട് ഈശോ എനിക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗമെടുത്ത് സ്നേഹിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി സ്നേഹിക്കുക, ആദരവ് കൊടുക്കുക എന്നുള്ളതാണ്. മേഴ്സി സൂചിപ്പിച്ചതുപോലെ ഭാര്യയുടെ പ്രാർത്ഥന ഭർത്താവിന് ഫലദായകമാണ് എന്ന് പറഞ്ഞപ്പോൾ എബ്രഹാം പറഞ്ഞു അത് കൂദാശയാണല്ലോ, അത് രണ്ടും ബന്ധമുണ്ട്. കാരണം ഈ വിവാഹം എന്ന കൂദാശയിലെ കാർമ്മികർ ഭർത്താവും ഭാര്യയുമാണ് ഏത് റീത്തിലും. പിന്നെ സീറോമലബാർ റീത്തിൽ വൈദികൻ കൂടിയാണ് 3 കാർമ്മികരായിട്ടാണ് അവതരിപ്പിക്കുക. ലത്തീൻ റീത്തിൽ ഭർത്താവും ഭാര്യയും മാത്രമാണ്, വൈദികൻ സാക്ഷി മാത്രമായിട്ടാണ്. ഒരു ചെറിയ ദൈവശാസ്ത്രപരമായ വ്യത്യാസമുണ്ട്. എങ്കിലും ഇവർ രണ്ടുപേരും കാർമ്മികരാണെന്ന് പറയുമ്പോൾ ഭർത്താവിലേക്ക് കൃപ ഒഴുകാനുള്ള ചാനൽ ഭാര്യയാണ്. വാസ്തവത്തിൽ ഭാര്യയിലേക്ക് ഒഴുകാനുള്ള ചാനൽ ഭർത്താവുമാണ്. അപ്പോൾ ഇവരുടെ പ്രാർത്ഥന ഫലദായകമാണ്. ഒത്തിരി പറയുമ്പോൾ അധിക പ്രസംഗമായിട്ട് തോന്നരുത്. ഒരു വൈദികനേക്കാൾ, വൈദികൻ പ്രാർത്ഥിക്കുന്ന മോശമെന്നല്ല, ഈ ദൈവം എനിക്ക് തന്ന ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വളരെയേറെ ഫലദായകമായിട്ട് ദൈവം കരുതും. കാരണം ദൈവം ഇവരെ ഒന്നിപ്പിച്ചു, അതുകൊണ്ടത് കൂടുതൽ ഫലദായകമാണ്. അവിടെ നൈസിയുടെ ജീവിതത്തിൽ അത് ഏറെ ഫലദായകമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നൈസി ആത്മാർത്ഥതയോടുകൂടി ദൈവത്തിന് മുമ്പാകെ, ഞാൻ ഇച്ചിരൂടെ കട്ടിയായിട്ട് പറയാൻ പോവാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. വേദനിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒത്തിരി ഫലമുണ്ട്. തമ്പുരാൻ കർത്താവ് നമ്മൾ വേദനിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല, നമ്മുടെ തീവ്രത കൊണ്ട് കർത്താവ് രക്തം വിയർത്ത് പ്രാർത്ഥിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ ഭർത്താവിനെ നേടിയെടുക്കണം. അങ്ങനെ നേടിയെടുത്താൽ അതുവഴിയായിട്ട് നമുക്ക് നല്ലൊരു കുടുംബജീവിതം സാധിക്കും. അത് മക്കൾക്കും അവരുടെ അടുത്ത ജനറേഷനും ഏറെ ഉപകാരപ്രദമായിട്ട് മാറുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്ന് പരിശ്രമിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണാനന്തരമാണ് ഭർത്താവ് മാനസാന്തരപ്പെട്ടതെങ്കിലും അതിലും നമുക്ക് നന്മ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നെങ്കിൽ നൈസി അങ്ങനെ ചിന്തിക്കേണ്ട. ഈ ജീവിതകാലത്ത് തന്നെ ദൈവം റിസൾട്ട് തരും എന്നുള്ള ബോധ്യത്തോടു കൂടി പ്രാർത്ഥിച്ച് പ്രശ്നം പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കണം. നിരാശപ്പെടുകയോ അകലുകയോ ഒന്നും വേണ്ട. അങ്ങനെ പോകണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഈ നൈസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ ഇന്ന് പ്രത്യേകമായിട്ടും നമുക്ക് കത്തുകൾ ലഭിച്ച ഈ 2 കുടുംബങ്ങളെയും നമുക്ക് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനും സ്നേഹധന്യയുമായ പൊന്നുതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച ഈ 2 കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. അവരുടെ പ്രശ്നങ്ങളുടെ ഗൗരവം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങേക്ക് സാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. കർത്താവേ, ഇന്ന് ഈ ശാലോം ടി വിയിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒന്നിച്ച് ബലഹീനരായ ഞങ്ങളും ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. ആ കുടുംബത്തിലെ തിന്മയുടെ സ്വാധീനങ്ങളെ അകറ്റിക്കളഞ്ഞ് അങ്ങയുടെ വലിയ രാജ്യം സംസ്ഥാപിതമാകണമേ. അങ്ങയുടെ തിരുഹിതം അവിടെ നിവർത്തിക്കുവാൻ അങ്ങ് കടന്നു വരണമേ. അവരെ സ്പർശിക്കണമേ. ആ ബന്ധനങ്ങളിലുള്ളവരെ എല്ലാവരെയും വിമോചിപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് അവരെ നയിക്കണമേ എന്ന്
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.